Hey my dear friends, welcome to our camping trip. This is Pinery Provincial Park. Lake Huron എന്ന് പറയുന്ന ഗ്രേറ്റ് ലേക്സിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിൻ്റെ സൈഡിലുള്ള 61 എന്ന് പറയുന്ന ക്യാമ്പ് സൈറ്റിലേക്ക് ഡ്യൂൺസ് ഏരിയ 1 ക്യാമ്പിംഗ് ഏരിയയിലെ 61 ക്യാമ്പ് സൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒത്തിരി വിശേഷങ്ങളുണ്ട്. ലേക്ക് ഹ്യൂറോൺ, ലെറ്റ്സ് ഗോ. ഡ്യൂൺസ് ഏരിയ 1-ലെ 61 ക്യാമ്പ് സൈറ്റിൽ പൈനറി പ്രൊവിൻഷ്യൽ പാർക്കിൽ നമ്മൾ എത്തിയേക്കാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ക്യാമ്പ് സൈറ്റ് ഇൻ പൈനറി പ്രൊവിൻഷ്യൽ പാർക്ക്. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞൊരു ഡ്യൂണാണ്. ഈ നേരെ പോയേക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്. പക്ഷേ ഇപ്പം തൊട്ട് അവർ ഡ്യൂൺസ് ഈ ഏരിയ ഇത്തിരി ആൾക്കാരെ അലമ്പാക്കിയേക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഏരിയ നൈസ് ഏരിയയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തണലും നമ്മുടെ ഊഞ്ഞാൽ കെട്ടാനായിട്ടുള്ള മരങ്ങളും, പിന്നെ അഥവാ ഇപ്പോൾ റെയിനി ആണെങ്കിൽ ടാർപ്പ് വരച്ച് കെട്ടാനായിട്ട് ഒത്തിരി മരങ്ങളും ഉണ്ട്. സോ ദിസ് ഈസ് മൈ ഫേവററ്റ് സ്പോട്ട് ഇൻ പൈനറി പ്രൊവിൻഷ്യൽ പാർക്ക്. ഫയർ പ്ലേസ് ഒക്കെ നോക്കിയേ, ഒരു പാർക്ക് ടേബിളും ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ. ഇനി നമുക്ക് നേരെ പോയി ഡയറക്റ്റ് ക്യാമ്പ് അടിച്ച് ടെൻ്റ് അടിച്ച് നമുക്ക് സെറ്റാകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ടെൻറ്റ് സെറ്റായി. ഇനി നമ്മുടെ കിച്ചൺ ഡൈനിങ് ടെൻറ്റ് സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ 61 പൈനറിയിലെ നമ്മൾ ടെൻ്റൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. സൺസെറ്റിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം ചെയ്തതാ. ഒരു കുഞ്ഞ് ലൈറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ എൻ്റെ സോളാർ ലൈറ്റ്സ് ഇരിക്കണുണ്ടോ. ഇവന്മാർ പകൽ നിന്ന് പണിയെടുക്കും. സോളാർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ ഇവന്മാർ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് സ്റ്റാർട്ടാവും. പിന്നെ ഇതാണ് എൻ്റെ ഡിഷ് വാഷിംഗ് ഏരിയ ആണിത്. ഇതാണ് എൻ്റെ ഡിഷ് വാഷിംഗ് ഏരിയ. ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് പിന്നെ വാട്ടർ ഫില്ല് ചെയ്യണം. പിന്നെ ഇതെൻ്റെ 2 ക്യാമ്പിംഗ് ചെയേഴ്സും, പിന്നെ വുഡ് ഞാൻ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫയർ പ്ലേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ചെറിയൊരു ക്യാമ്പിംഗ് സൈഡ് ടേബിള്. പിന്നെ എൻ്റെ കിച്ചൺ ഓൾറെഡി ഞാനിങ്ങനെ ആക്കി, ഓൾറെഡി ലൈറ്റൊക്കെ ഇട്ടു. എൻ്റെ കിച്ചൺ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എസെൻഷ്യൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കിച്ചണിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇത് ഞാൻ 4 നൈറ്റ്സ് ഞാൻ സ്റ്റേ ചെയ്യുന്നുണ്ട് ഈ ക്യാമ്പ് സൈറ്റിൽ. അതുകൊണ്ടാണ് എൻ്റെ പ്രൊപ്പൈൻ, എൻ്റെ സ്റ്റൗ ഞാൻ എടുത്തത്. എൻ്റെ ഗ്രില്ലും ഒരു ചെറിയൊരു സ്റ്റൗവും കൂടിയുള്ള ഇതെടുത്തത്. ഞാനൊരു 3+ ഡേയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് എടുക്കാറുള്ളൂ. അപ്പോൾ അത് പിന്നെ എൻ്റെ ഓൾറെഡി ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ എൻ്റെ എല്ലാം കൂടിയുള്ള സ്പൂണും കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ആമസോണിൽ നിന്ന് ഇങ്ങനൊരു ഇത് മേടിച്ചിട്ടുണ്ട്. കുക്കിംഗ് എസെൻഷ്യലായിട്ട് അത്യാവശ്യം യൂസ് വന്നാൽ മാത്രം യൂസ് ചെയ്യാനായിട്ട്, മിക്കവാറും യൂസ് വരാറില്ല എനിക്ക്. പിന്നെ ഇത് എൻ്റെ പോർട്ടബിൾ ബ്യൂട്ടൈൻ സ്റ്റൗ. ഇതൊരു ലൈറ്റ് പോർട്ടബിൾ എൻ്റെ ലൈറ്റ് സ്റ്റൗവും കൂടിയുണ്ട്. ബ്യൂട്ടൈൻ സ്റ്റൗ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ സെറ്റപ്പ്. ആവശ്യത്തിന് വേണ്ട എൻ്റെ എല്ലാ പരിപാടികളും ഇത്രയും ഒരു ചെറിയ സെറ്റപ്പിൽ തന്നെ ഓക്കെ ആകും. ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ എൻ്റെ വാട്ടർ എല്ലാം ഇത് വെച്ചു. പിന്നെ അതേപോലെ എൻ്റെ ടെൻറ്റ് ഞാൻ സെറ്റ് ചെയ്തു. ടെൻറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എൻ്റെ ഹാമോക്ക് സെറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഹാമോക്ക് സ്പേസ്. സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും കറക്റ്റ് സൺ അവിടെ ആയിട്ടാണ് വരുന്നത്. 61 എപ്പോഴെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ ഹാമോക്ക് സെറ്റ് ചെയ്യണേ. നല്ലൊരു വൈബാണ്. ഇവിടെ ഒരു കിളിക്കൂടുണ്ട്. എൻ്റെ തലയുടെ മേളിൽ തന്നെ ഒരു വലിയൊരു കിളിക്കൂടുണ്ട്. നല്ല വൈബാണ് ഇവിടെ. സെറ്റാണ്. ഇനി എൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ്. ഇനി നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് പോകണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ടെൻറ്റിൻ്റെ അകത്ത് ഞാൻ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ടെൻറ്റിൻ്റെ നല്ല വ്യൂ ഇല്ലേ. ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ നല്ലൊരു ആംബിയൻസ് ഇവിടെ കിട്ടും. ഇതൊക്കെയാണ്. ഇത് ഇലക്ട്രിക് ക്യാമ്പ് സൈറ്റ് അല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു പവർ സ്റ്റേഷൻ ഇതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പവർ ഞാൻ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും. ഇതൊക്കെ തന്നെ എൻ്റെ ലൈറ്റ്, പവർ സ്റ്റേഷൻ, എൻ്റെ ബ്ലാങ്കറ്റ്, എൻ്റെ 2 ചെറിയ ബാഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ ക്യാമ്പ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ടെൻ്റ് ഇരിക്കുന്ന തന്നെ ഒരു ശരിക്കും നല്ലൊരു ഫോറസ്റ്റ് വൈബില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2 മണിക്ക് കറക്റ്റ് ഞാനിവിടെ എത്തിയിട്ട് 2 മണി തൊട്ട് ഒരു 3-3:30 വരെ ഒരു 1 ഹവറിലുള്ള എൻ്റെ പ്രിപ്പറേഷനാണ് ഈ കാണുന്നതൊക്കെ. 61 മാർക്ക് ദ വേർഡ്, മാർക്ക് ദ നമ്പർ, ട്രൈ. ഇപ്പോൾ എന്തെങ്കിലും ചാൻസ് പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ 61 ട്രൈ ചെയ്യട്ടോ. പൈനറി പ്രൊവിൻഷ്യൽ പാർക്കിൽ അടിപൊളിയാണ്. നല്ല പ്രൈവസിയുമാണ് ഇവിടെ. മൊത്തത്തിൽ മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ക്വയറ്റ് നേച്ചർ. ഇതില്ലേ, ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വ്യൂ കിഡിലനാണ്. ബീച്ചും സാൻഡ് ഡ്യൂൺസൊക്കെ ആയിട്ട് നേരെ കയറി ചെല്ലുക. ഇപ്പോൾ ഒരു ക്ലോസ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കൊല്ലമൊക്കെ ഓടി നടപ്പായിരുന്നു. അപ്പോൾ ഈ ഡ്യൂൺസ് ഇടിഞ്ഞ് ഇങ്ങനെ അവസ്ഥയാകുന്നത് കൊണ്ടാണ് ഇവർ നൈസായിട്ട് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെയാണ്. ഇനി നമുക്ക് സൺസെറ്റ് കണ്ടിട്ട് വന്നാലോ. നൈസായിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എന്താ വൈബെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു ട്രയൽ. നേരെ ബീച്ചിലേക്ക് പോകുന്ന ട്രയലാണ്. നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുന്ന കാരണം നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവർ പറയണത്. ഓക്കെ, പക്ഷേ ഇൻ കേസ് നമുക്ക് ഓപ്പണായിട്ട് ബീച്ചിലേക്ക് ആക്സസ് പോകണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രയലുണ്ട്. ഇത് നേരെ പോകുന്ന ബീച്ചിലേക്ക്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടന്നാലോ. കം ഓൺ, ലെറ്റ്സ് ഗോ. ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാവേ. യെസ്, ഇങ്ങനെയുണ്ട്. പൈനറി സ്റ്റോൺസ് നല്ല ഭംഗിയില്ലേ കാണാൻ.
പല കളറിലുള്ള നല്ല ഉരുണ്ട കല്ലുകൾ. നല്ല രസം. ഇത് കാലുമ്മേ ചവിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് മൊത്തം കേട്ടോ. ആകെ ഇതാ ഇവിടം വരെ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടം വരെയാണ് ഈ കല്ലുകൾ. നേരത്തെ കാണിച്ച ഈ കല്ലുകൾ ഇവിടം വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മുടെ സാധാരണ അവിടെ കാണുന്നത് പോലത്തെ മണ്ണ. അതൊരു ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? നല്ല രസമല്ലേ അതൊന്ന്. ഈ ഇത്രയും ഒരു ലേക്കിൻ്റെ ആദ്യം ഈ ഒരു ഇവിടം വരെ മണ്ണ്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലെയറിൽ ഇതാ ഇത്രയും ഒരു വീതിയിൽ ഈ ഇതേപോലത്തെ ഉണ്ട കല്ലുകളും അതിനുശേഷം മണ്ണും കൂടി കിടക്കുന്നത് ഒരു നല്ല രസമല്ലേ അത്. നല്ല ഒന്ന് കാണാനായിട്ട് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സൺസെറ്റിന് മുമ്പുള്ള ഈ കുളിയും കുളിച്ചിട്ട് നല്ലൊരു കിടുക്കാച്ചി ഒരു സ്വിമ്മും ചെയ്ത് നമ്മുടെ സൺസെറ്റും കണ്ട് നേരെ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് വുഡൊക്കെ കട്ട് ചെയ്ത് ആ ഫയറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു മോട്ടിവേഷനാണ്. നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പരിപാടി ഇൻ പൈനറി പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചാണ്. ഇവിടുത്തെ ബീച്ചും പിന്നെ നമ്മുടെ സാൻഡ് ബാങ്ക്സിൽ അത്ര ഇല്ലെങ്കിലും സാൻഡ് ഡ്യൂൺസ് അത്യാവശ്യം നല്ല എൻജോയബിൾ ആയിട്ടുള്ള നല്ല സാൻഡ് ഡ്യൂൺസ്. പിന്നെ ടോട്ടലി ഈ ലേക്ക് ഹ്യൂറോൺ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഫ്രഷ് വാട്ടറാണ്. കണ്ടില്ലേ? ഒരു ടേസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഉപ്പിൻ്റെ എന്നൊരു യാതൊരു കണ്ടൻറ്റും ഇല്ലാത്തത് കൊണ്ട് എത്ര നമ്മൾ കുളിച്ചാലും എത്ര സ്വിം ചെയ്താലും നമുക്ക് മതിയാവില്ല. അത്ര അടിപൊളിയാണ് ഈ ബീച്ച്. എങ്ങനെയുണ്ട്? അടിപൊളി വൈബല്ലേ? സെറ്റ് വൈബാണ് ഇവിടെ. ഈ ഒരു ഉച്ചക്കത്തെ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഈ കുളിക്കുന്നതിൻ്റെ നേരെ ആ കാണുന്നത് നേരെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ ക്യാമ്പ് സൈറ്റ്, എൻ്റെ 61. അവിടെ നിന്ന് നേരെ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബീച്ചാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന നേരെ സ്പോട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൺസെറ്റും ടോട്ടലി ഈ ബീച്ച് എൻജോയ്മെൻറ്റുമാണ് ഈ പൈനറിയുടെ ഒരു 1.5 ട്രാക്ക് പരിപാടി. അപ്പോൾ നമുക്ക് സ്വിമ്മിന് പോകാല. അപ്പോൾ ദിസ് ഈസ് മൈ ഡേ 1. ഡേ 2, ഡേ 3, ഡേ 4 ഒക്കെ കിടപ്പുണ്ട്. ഓക്കെ, 4, 3